2024 മുതൽ 2026 വരെ, അതായത് കൃത്യം 2 വർഷം. ഈ 2 വർഷത്തിനുള്ളിൽ കേരളം അഭിമുഖീകരിക്കുന്നത് 3 തെരഞ്ഞെടുപ്പുകളെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. പിന്നീട് ചില ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് 2025 നടക്കാനിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കെല്ലാം തന്നെ സാധ്യത ഒരുങ്ങുകയുമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ മുഖം നീക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ CPM സമ്മേളനം അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ CPM-നകത്ത് തന്നെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തയിൽ ഇടം പിടിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയായിരുന്നു CPM-നെ സംബന്ധിച്ച് 2 തവണ പൂർത്തിയാക്കിയവരെ ഒരുപക്ഷെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്ത. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പുതുമുഖങ്ങളെ CPM-ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് CPM തുറന്നിട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇത് കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണമല്ല എന്നും മുതിർന്നവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടലുകളും പുറത്തു വന്നിരുന്നു. ഒരർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് ഏറെ നിർണായകമാണ്. ആ സാഹചര്യത്തിൽ പുതുമുഖങ്ങളെ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഫലം എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പ്രവൃത്തി പരിചയമുള്ള, ഇതുവരെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള, കഴിവ് തെളിയിച്ച വ്യക്തികളെ മാത്രം പരിഗണിക്കുക എന്ന ആശയവും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും 2 തവണ പൂർത്തിയാക്കിയവരെ ഒഴിവാക്കാനുള്ള CPM-ന്റെ നീക്കം അത് ഏറ്റവും അധികം ബാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 തവണ പൂർത്തിയാക്കിയത് കേരളത്തെ സംബന്ധിച്ച് 34 MLA-മാരാണ്. ആ 34 MLA-മാരിൽ തിരുവനന്തപുരത്ത് മാത്രമുള്ളത് 7 MLA-മാരാണ്. സ്വാഭാവികമായും തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആരെല്ലാമായിരിക്കും പകരക്കാർ എന്ന ചോദ്യത്തിനാണ് ഏറെ പ്രസക്തിയുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഏതെല്ലാമാണ് ആ മണ്ഡലങ്ങൾ എന്ന് ആദ്യം പരിശോധിക്കാം. വർക്കല, കാട്ടാക്കട, വാമനപുരം, കഴക്കൂട്ടം, നേമം, നെയ്യാറ്റിൻകര, പാറശാല ഇത്രയുമാണ് പകരക്കാർക്കായി കാത്തിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ആദ്യം എടുക്കുന്നത് വർക്കലയാണ്. വർക്കലയെ സംബന്ധിച്ച് വി ജോയിയാണ്. അദ്ദേഹം ഒരുപക്ഷെ വി ജോയിയെ സംബന്ധിച്ച് 2ാം തവണയും അദ്ദേഹം MLA ആയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനുള്ള പാർട്ടി സെക്രട്ടറി പദവി കൂടിയാണ്. ഇത്തരമൊരു പദവി കൂടി അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഇത്തവണ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയില്ല എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അടുത്തതായി ആര് എന്ന ചോദ്യത്തിന് CPM വർക്കല ഏരിയ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഷാജഹാൻ, മടവൂർ അനിൽ എന്നിവർക്കാണ് വിജയസാധ്യത ഉണ്ട് എന്നുള്ള നിഗമനമുള്ളത്. എന്നാൽ അതേസമയം തന്നെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ ഒരു വനിതാ സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ നിലവിലെ MLA ആയ OS അംബിക ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. UDF-ൽ ആറ്റിങ്ങൽ RSPക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ച് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. അതേസമയം വാമനപുരമാണ് MLA ആയുള്ളത്. അവിടെ ഒരർത്ഥത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ മണ്ഡലം UDF കീഴടങ്ങിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അവിടെ ഉയർന്നു കേൾക്കുന്ന മറ്റ് 2 പേരുകൾ പരിശോധിക്കുമ്പോൾ TV രാജേഷിന്റെ പേരും അതേസമയം തന്നെ നീന അംബിക എന്നുള്ള പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ നാട്ടുകാരി എന്ന ഒരു സവിശേഷതയാണ് നീന അംബികയ്ക്ക് വരുന്നതെങ്കിൽ TV രാജേഷിന് അദ്ദേഹം ഏറെ ജനപ്രിയനാണ്, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷതയായി വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഹീമിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം രാജ്യസഭാ അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ പദവി ഒഴിയാനായി ഇനിയും സമയമുണ്ട് എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ റഹീം വരില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ റഹീം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്തയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 3 പേരുകളാണ് പകരക്കാരുടേതായി വരുന്നത്. റഹീമിനുള്ള സാധ്യത വളരെ ചെറുതാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അടുത്തത് കാട്ടാക്കടയാണ്. കാട്ടാക്കടയെ സംബന്ധിച്ച് B സന്തോഷ്, I സാജു എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. നെയ്യാറ്റിൻകരയാണെങ്കിൽ നെയ്യാറ്റിൻകര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ രാജാ മോഹൻ കുമാർ എന്ന പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. പാറശാലയെ സംബന്ധിച്ച് MLA ഹരീന്ദ്രനാണ് ഇപ്പോൾ നിലവിലുള്ളത്. പുതുതായിട്ട് കേൾക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ പെന്നരവിന്ദിന്റെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം തന്നെ ഏറെ നിർണായകമായ ഒരർത്ഥത്തിൽ ത്രികോണ പോരാട്ടം പോലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ് നേമം നിയമസഭാ മണ്ഡലം.
നിയമത്തെ സംബന്ധിച്ച് BJPക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് അത്ര കണ്ട് ജനകീയനായ ഒരു വ്യക്തിയെ തന്നെ കളത്തിലിറക്കാനാണ് സാധ്യത. ആദ്യമേ തന്നെ നിയമത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്തിന്റെ മേയറായ ആര്യ രാജേന്ദ്രൻ ഒരുപക്ഷെ നിയമത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആര്യ രാജേന്ദ്രന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതേസമയം തന്നെ മറ്റൊരു പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. SS സുന്ദറിൻ്റെതാണ് ആ പേര്. നിയമത്തെ സംബന്ധിച്ച് നിയമം ഒരർത്ഥത്തിൽ BJP ഉറ്റുനോക്കുന്ന മണ്ഡലം തന്നെയാണ്. ഇത്തവണ BJPക്ക് കരുത്ത് തെളിയിക്കാനായി BJPക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഏതാനും ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് നിയമം എന്നുള്ളതും CPM-നെ സംബന്ധിച്ച് നിയമം ഒരു അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ആര്യ രാജേന്ദ്രനോ അല്ലെങ്കിൽ അത്ര കണ്ട് തന്നെ ജനകീയനായ ഒരു വ്യക്തിയെ തന്നെ കളത്തിലിറക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതും നിയമത്തിന്റെ സവിശേഷത തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീവരാഹത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആര്യ രാജേന്ദ്രന്റെ മൈലേജ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പിന്തുണ, ജനപിന്തുണയും പാർട്ടിക്ക് അകത്തെയുള്ള ഈ ഇമേജും എല്ലാം തന്നെ ഒരർത്ഥത്തിൽ നിയമത്ത് കൂടി പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അടുത്തത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലമാണ്. കഴക്കൂട്ടത്ത് ഉയർന്നു കേൾക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ പേരാണ്, VK പ്രശാന്തിന്റെ പേരാണ്. ഇനി VK പ്രശാന്ത് ആണ് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായും വലിയ വിജയസാധ്യതയുണ്ട് എന്ന് തന്നെ CPM അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്തിന് വലിയ പ്രാധാന്യം CPM നൽകുന്നുണ്ട്. VK പ്രശാന്തിനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാകില്ല. എന്നാൽ അതേസമയം തന്നെ അടുത്ത നിയോജക മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിലും ആര്യ രാജേന്ദ്രന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. വട്ടിയൂർക്കാവിലും CPM-ന്റെ അതേ സ്ട്രാറ്റജി തന്നെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഏറെ ജനകീയനായ ഒരു വ്യക്തിയെ തന്നെ കളത്തിലിറക്കുക എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ വട്ടിയൂർക്കാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് K മുരളീധരനും UDF-ന്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ആദ്യമേ തുടക്കം കുറിച്ച് എന്ന വാർത്തകളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് കളത്തിലിറക്കുന്ന വ്യക്തി അത്ര കൊണ്ട് തന്നെ സുപരിചിതനായിരിക്കേണ്ടതുണ്ട്. അത്ര കണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ പ്രാധാന്യമുള്ള അഥവാ സ്വാധീനമുള്ള വ്യക്തി ആയിരിക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായ ഒരു അജണ്ട CPM-ന് അകത്തുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കോവളമാണ്. കോവളത്തെ സംബന്ധിച്ച് അത് ഘടകകക്ഷിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്തു തന്നെയാണെങ്കിലും CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ മാറ്റങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുകയാണ്. കഴിഞ്ഞ 2021 ഒരു വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ 10 വർഷങ്ങൾ പിന്നിടുകയാണ് ഭരണപക്ഷത്തെ എന്നുള്ളത് ശ്രദ്ധേയമാണ്. 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. UDF-നെ സംബന്ധിച്ച് ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായി മുതലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും CPM-ന് തന്നെ വിജയസാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, CPM-നെ സംബന്ധിച്ച് CPM ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യം ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള ചർച്ച നിലനിന്നിരുന്നത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ചോദ്യവുമായിരുന്നു. പക്ഷേ അതേ ചോദ്യം ഇപ്പോൾ CPM-ൽ ആവർത്തിക്കുകയാണ്. ആരായിരിക്കും മൂന്നാം തവണയും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നയിക്കുക എന്ന ചോദ്യമാണ്. വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ക്യാപ്റ്റനായി മുന്നോട്ട് നിൽക്കുമോ അതോ മറ്റാരുടെയെങ്കിലും പേരുകൾ അഥവാ മറ്റാരെങ്കിലും ഉയർത്തിപ്പിടിക്കുമോ എന്നുള്ള ചോദ്യം CPM-ന് അകത്ത് തന്നെ വരുമ്പോൾ വിജയസാധ്യതയെപ്പറ്റി CPM-ന് വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുഖമിനുക്കലിലൂടെ സാധ്യമാകുമെന്നും CPM പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡ്രാഫ്റ്റ് അഥവാ ഒരു കരട് രീതിയിലുള്ള നീക്കമെല്ലാം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കിയിട്ടുള്ളതും. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.